ചിലപ്പോൾ ആയിരിക്കാം. ഒരു പേടിയില്ലാതെ ഇത്രയും കാലം നിന്നിട്ട് എപ്പോഴാണ് അയാളുടെ മനസ്സിൽ പേടി വന്നു കൂടിയത്? ഹലോ മാഡം. ആ ഹലോ, നവീൻ ഗാഥമോൾ എടുത്തുണ്ടോ? ഇല്ല, ഗാഥ അമ്മയുടെ അടുത്താ. മോളെന്നെ വിളിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ബെഡ്റൂമില് നാഗത്തിനെ കണ്ട കാര്യം അവള് പറഞ്ഞായിരുന്നു. വേറെ ആരും നാഗത്തിനെ കണ്ടില്ലെന്ന് അവള് പറഞ്ഞത്. ഗാഥ നാഗത്തിനെ കണ്ടു എന്ന് പറയുന്നത് സത്യമാണ്. ഞാനും കണ്ടു. അത് ഉപദ്രവമൊന്നും ഉണ്ടാക്കാതെ പുറത്തേക്ക് പോയിന്നാ തോന്നുന്നു. നവീൻ, ഇപ്പൊ നാഗം വന്നു എന്ന് പറയുന്നത് ചിലപ്പോ ഒരു നോർമൽ സംഭവമായിരിക്കും. പക്ഷേ ഇത്രയും വലിയ വിശ്വാസങ്ങളൊക്കെ ഉള്ളൊരു വീട്ടില്, അതും സർപ്പബലി പോലൊരു ചടങ്ങ് നടന്ന വീട്ടില് നാഗത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുന്നത് ചെറുതായിട്ട് കാണാൻ പറ്റില്ലല്ലോ. ഗാഥമോൾക്ക് അവിടെ നിൽക്കാനായിട്ട് നല്ല ഭയമുണ്ട്. എനിക്കറിയാം. ഗാഥമോളുടെ ഭയം മാറുന്നവരെ 2-3 ദിവസം നിങ്ങള് ഇവിടെ വന്ന് നിൽക്കുവോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീട്ടിലേക്ക് മാറുവോ ഒന്ന് ആലോചിച്ചൂടെ? ഞാൻ നിങ്ങൾക്കൊരു ഹണിമൂൺ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നവീൻ എന്തു പറയുന്നു? മേഡം പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കാം. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. എന്താ? സർപ്പബലി നടത്താൻ പാടില്ലെന്ന് ഞാൻ ഗാഥയെടുത്ത് പറഞ്ഞു. പക്ഷേ അന്ന് തന്നെ അതിശയിപ്പിക്കുന്ന ധൈര്യത്തോടു കൂടെ അയാൾ അതിന് തയ്യാറായി. ഇത്രയും കഠിനമായ വ്രതവും പൂജയൊക്കെ നടത്തിയ ഒരാള് പെട്ടെന്ന് എങ്ങനെയായി പോയത്? സർപ്പബലിക്കളത്തിൽ വന്നിട്ട് ദിവ്യനാഗത്തെ പോലും പേടിക്കാത്ത ഒരാള് ഇങ്ങനെ മാറിയത് എങ്ങനെയാണെന്ന് എത്ര ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പിന്നെ മനുഷ്യരുടെ മനസ്സല്ലേ. നവീനോടൊപ്പം ജീവിച്ചേ പറ്റൂ എന്നുള്ള തീരുമാനത്തില് അവൾ എല്ലാ കാര്യത്തിലും ധൈര്യം കാണിച്ചു. പക്ഷെ എല്ലാം അവസാനിച്ചിട്ടും വീണ്ടും ഇതൊക്കെ കാണേണ്ടി വരുമ്പോ മനസ്സ് പതറിപ്പോയിട്ടുണ്ടാവും. നവീൻ അവളുടെ കൂടെ തന്നെ നിൽക്കണം, അവളെ സമാധാനിപ്പിക്കണം. ശരി മാഡം. ഗാഥയുടെ പേടി അവസാനിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. എങ്കിൽ നവീൻ ഫോൺ വെച്ചോളൂ. ഓക്കെ മാം.